പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. ഇന്ന് വിശുദ്ധ പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ തിരുനാൾ. അപ്പസ്തോലന്മാരുടെ തലവനായി പത്രോസ്, മതവർദ്ധകരിലെ പ്രധാനിയായി പൗലോസ്. എന്നിട്ടും രണ്ടുപേരുടെ തിരുനാൾ സഭ ആഘോഷിക്കുന്നത് ഒരു ദിവസമാണ്. എന്നാണ് ഈ രണ്ടുപേരും തമ്മിൽ പൊതുവായിട്ടുള്ളത്? സിമയോൻ പത്രോസ് ക്രിസ്തുവിന്റെ ആദ്യ ശിശുവിൽ ഒരുവൻ, ശിശുഗണത്തിന്റെ നേതാവ്. പൗലോസ് ആട്ടെ ഗ്രീക്ക് നഗരമായ താറാസോസിൽ വളർന്ന ഒരു റോമാ പൗരൻ, തികഞ്ഞ മതപണ്ഡിതൻ, സഞ്ചാരി, എല്ലാത്തിനുപരിയായി യാഥാർത്ഥ്യത്തിലായ ഒരു യഹൂദൻ. രണ്ട് വ്യത്യസ്ത വ്യക്തിത്വങ്ങൾ, ജീവിത രീതികൾ, കുടുംബ പാരമ്പര്യങ്ങൾ. നിങ്ങളെന്നെ അനുഗമിക്കുകയെന്ന ഈശോയുടെ വാക്ക് കേട്ട് അവനെ പിന്തുടർന്നവനായിരുന്നു പത്രോസ്. എങ്കിലും അവന്റെ ജീവിതയാത്രത്തിൽ പലപ്പോഴും അവനെ തള്ളിപ്പറയുന്നു. ഈശോ അവനോട് സേവിച്ച് പത്രോസിനെ തന്നോട് ചേർത്ത് നിർത്തുന്നു. തന്റെ ആചരണത്തിന്റെ ഉത്തരവാദിത്തം അവനെ ഏൽപ്പിക്കുന്നു. എന്നാൽ പൗലോസ് ആകട്ടെ ക്രിസ്തു ശിഷ്യരെ തെരഞ്ഞുപിടിച്ച് ആക്രമിച്ചുകൊണ്ടിരുന്നവൻ. എങ്കിലും ദമാസ്കസിലേക്കുള്ള വഴിയിൽ കണ്ണിൽ അന്ധത ബാധിച്ച് ലോകത്തിന്റെ പ്രകാശമായ മിശിഹായെ അവൻ തിരിച്ചറിയുന്നു. ക്രിസ്തു രണ്ടുപേരെ പ്രത്യേകമായി തിരഞ്ഞെടുത്തു എന്ന് വേണം കരുതാൻ. ശിഷ്യരിലെ പ്രധാനിയായ പത്രോസും സഭയിൽ ഒഴിച്ചുകൂടാനാവാത്ത സാന്നിധ്യമായ പൗലോസും ചേർന്നാണ് ആദിമ സഭയെ പടുത്തുയർത്തിയത്. എഴുത്തുകളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും അവർ സുവിശേഷം അറിയിച്ചു. ജനങ്ങളെ മാനസാന്തരപ്പെടുത്തി. വിജാതിരെ ക്രിസ്തു മതത്തിലേക്ക് ആനയിച്ചു. രക്ഷാമാർഗമായ ക്രൈസ്തവ വിശ്വാസത്തെ ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ചു. ഈ രണ്ടുപേരും ഹെറോദസ് രാജാവിന്റെ കാലത്ത് തടവിലാക്കപ്പെടുകയും എന്നാൽ മോചിതരാകുകയും ചെയ്തു. പിന്നീട് നീറോ ചക്രവർത്തിയുടെ കാലത്ത് രക്തസാക്ഷിത്വം വഹിച്ചു. ഇവർ രണ്ടുപേരുടെ തിരുനാളും സഭാമാതാവ് ആഘോഷിക്കുന്നത് ഒരേ ദിവസമാണ്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.